വഖഫ് ഭേദഗതി ബിൽ അവതരണത്തിനെതിരെ എംപിമാർ കെ.സി. വേണുഗോപാൽ, കെ. രാധാകൃഷ്ണൻ, ഇ.ടി. മുഹമ്മദ് ബഷീർ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ തുടങ്ങിയവർ ലോക്സഭയിൽ നോട്ടീസ് നൽകി. മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് എംപിമാർ. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, എന്തൊക്കെയാണ് വിമർശനങ്ങൾ? വഖഫിന്റെ നിലവിലുള്ള നിയമത്തിൽ 44 ഭേദഗതികളോടുകൂടിയാണ് പുതിയ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്വത്ത് നിലവിൽ ഉള്ള ഒരു നിയമത്തിൽ നിന്ന് മാറ്റി പകരം ജില്ലാ കലക്ടർ അത് അളന്നു തിട്ടപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം. മറ്റൊന്ന്, വഖഫിന്റെ കൗൺസിലിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള ബോർഡുകളിലും സ്ത്രീ പ്രാതിനിധ്യം. അതിനു പുറമെ മുസ്ലിം ഇതര സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ ബോർഡുകളിലും കൗൺസിലിലും ഉൾപ്പെടുത്താനുള്ള ഒരു നിയമം. ഒപ്പം തന്നെ ഇതിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട മറ്റ് പല നിർദ്ദേശങ്ങളുമുണ്ട്. വഖഫിനുള്ള ഇപ്പോൾ നിലവിലുള്ള കുറേയേറെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നതാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നതിനൊപ്പം സ്വത്ത് പിടിച്ചെടുക്കാനുമുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന ആരോപണമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ലീഗിനൊപ്പം കോൺഗ്രസ്, CPM ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബില്ല് അവതരണത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ, കെ. രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ലീഗിന്റെ എംപിമാർ എല്ലാവരും, ഒപ്പം ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള എംപിമാരും ഈ ബില്ല് അവതരണത്തെ എതിർത്തുകൊണ്ട് സ്പീക്കർക്ക് നോട്ടീസ് നൽകി. 12 മണിയോടുകൂടി ബില്ല് അവതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഴുവൻ ലോക്സഭാ എംപിമാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും 12 മണിയോടുകൂടി ബില്ല് അവതരണം പാർലമെന്ററി കാര്യമന്ത്രി കൂടി ആയിട്ടുള്ള ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള കിരൺ റിജ്ജു നടത്തും എന്നാണ് അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളത്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകിയത്.